നമസ്കാരം. അപകടം മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന ഒരു വിശ്വാസത്തിലാണ് ഓരോ ദിവസവും മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആർക്കും എവിടെയും എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നതാണ് യാഥാർത്ഥ്യം. വിമാനയാത്രയിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണെന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം അടിക്കടെ ഇപ്പോൾ വിമാനാപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം ബുക്ക് ചെയ്യുമ്പോൾ വിമാനത്തിനായി സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണെന്ന് നെറ്റുകളിൽ പോലും ഒരുപാട് പേർ സെർച്ച് ചെയ്യുന്നതാണ്. വിമാനയാത്രക്കിടയിൽ അപകടമുണ്ടായാൽ അതിന്റെ പിൻഭാഗത്തെ സീറ്റുകളിൽ, അതായത് റിയർ സീറ്റുകളിൽ ഇരിക്കുന്നവർക്കാണ് രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത്ര അപകടങ്ങളിലും ചിലരൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന് നിരവധി കാരണങ്ങൾ ഉണ്ട് എന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ എയർ സേഫ്റ്റി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പ്രസിഡന്റായ ബാർബര ഡൺ പറയുന്നുണ്ട്. വിമാനം ഇറങ്ങിയത് എങ്ങനെ, യാത്രക്കാരൻ ഇരുന്നത് എവിടെയായിരുന്നു എന്നതൊക്കെ ഇക്കാര്യത്തിൽ പല കാരണങ്ങളായി വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ശരിയായ രീതിയിൽ മുറുക്കിയിട്ടുണ്ട് എങ്കിൽ ശരീരം എവിടെയെങ്കിലും പോയി ശക്തമായി മുട്ടാനുള്ള സാധ്യത കുറയുന്നതാണ്. അതുപോലെ ആകാശചുഴിയിൽ വീണും മറ്റും വിമാനം ശക്തമായി കുലുങ്ങുമ്പോൾ ശരീരത്തിന് കൂടുതൽ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന ബ്രേസ് പൊസിഷനിലേക്ക് എത്താൻ യാത്രക്കാരന് കഴിഞ്ഞോ എന്നതും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് കാരണമാകാം. 2024 ഡിസംബറിന്റെ അവസാന നാളുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 7ഓളം വിമാന അപകടങ്ങളാണ് ഉണ്ടായത്. ഡിസംബർ 29-നായിരുന്നു ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാനാപകടം ഉണ്ടായത്. വുഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജെജു എയറിന്റെ ബോയിങ് 737-800 ക്രാഷ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 181 യാത്രക്കാരുമായി ക്രാഷ് ലാൻഡ് ചെയ്ത റൺവേക്ക് പുറത്തേക്ക് തെന്നിമാറിയ വിമാനത്തിൽ അഗ്നി പടരുകയായിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡർമാരായിരുന്ന ഒരു 33-കാരനും ഒരു 22-കാരിയും മാത്രമായിരുന്നു ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും കത്തിച്ചാമ്പലായി. ഇരുവരും ഇരുന്നത് വിമാനത്തിന്റെ ഏറ്റവും പുറകിലായിരുന്നു. അപകടത്തിന് ശേഷം കാര്യമായ കേടുപാടുകൾ ഒന്നുമില്ലാതെ തിരിച്ചറിയാൻ പാകത്തിൽ അവശേഷിച്ചിരുന്നതും ഈ ഭാഗം മാത്രമായിരുന്നു. അതിൽ 33-കാരന് അയാളുടെ ഇടത് ഭാഗത്ത് അസ്ഥികൾ ഒടിയുകയും നട്ടലിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 22-കാരിയുടെ കാൽക്കുഴ ഒടിയുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇരുവർക്കും ബോധം നശിച്ചിരുന്നില്ല. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു 67 യാത്രക്കാരുമായി പോയ അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടത്. അതിൽ 38 പേരാണ് മരണമടഞ്ഞത്. രക്ഷപ്പെട്ട 29 പേരും ഇരുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള സീറ്റുകളിലായിരുന്നു. എന്നാൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന ഒരൊറ്റ കാരണം മാത്രം പോരാ രക്ഷപ്പെടാൻ എന്നാണ് വിദഗ്ധർ പറയുന്നത്. വിമാനത്തിന്റെ പിൻഭാഗം താരതമ്യേന സുരക്ഷിതമാണെങ്കിലും വിമാനത്തിന്റെ ഏത് ഭാഗമാണ് ഭൂമിയെ സ്പർശിക്കുന്നത് എന്നതും കൂടി ഇതിൽ ഒരു പ്രധാന ഘടകമായി മാറാറുണ്ട്. മുൻവശം കുത്തി വീഴുകയാണെങ്കിൽ പരിക്കുകൾക്കും മരണത്തിനും കൂടുതൽ സാധ്യത മുൻവശത്തിരിക്കുന്നവർക്കായിരിക്കും. എത്ര പെട്ടെന്നാണ് തീ ആളിപ്പടരുന്നത്, എത്ര വേഗത്തിൽ നിങ്ങൾക്ക് എമർജൻസി എക്സിറ്റിൽ എത്താൻ കഴിയുന്നു എന്നതൊക്കെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വിമാനാപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനായി സഹായിക്കുന്ന 5 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ പറയുന്നത്. വിമാനത്തിന്റെ വിശ്വാസ്യത, സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ കാര്യക്ഷമത, യാത്രക്കാരും ജീവനക്കാരും അനുഭവിക്കുന്ന ഗുരുത്വബലം, വിമാനത്തിനകത്തെ അന്തരീക്ഷം, അതുപോലെ തന്നെ അപകടത്തിന് ശേഷം ഉണ്ടാകുന്ന തീ, പുക തുടങ്ങിയവയൊക്കെയാണ് ആ 5 ഘടകങ്ങൾ.